ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തെടുക്കുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗോൾഡ് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പെയറിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരാനുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ നോക്കാം. നമ്മൾ മെയിനായിട്ട് ഗോൾഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ USD എന്തൊക്കെ ന്യൂസ് ഉണ്ടെന്നുള്ളത് നോക്കാം. ഇന്നിപ്പോൾ ഒരു 8-15 ആകുമ്പോൾ S&P ഗ്ലോബൽ സർവീസ് PMIയുടെ ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് വരാനുണ്ട്. നമുക്ക് സാധാരണ നോർമലി 6 മണിക്കൊക്കെ വരാനുള്ള എന്തെങ്കിലും കൂടി ഉണ്ടോ എന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇല്ല, 6 മണിക്കൊന്നും വരാനില്ല. യൂറോൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളാണുള്ളത്. അപ്പോൾ യൂറോ ചെയ്യുന്നവർ അത് വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തത് ഓർഡർ ഫ്ലോ ആണ്. അപ്പോൾ ഓർഡർ ഫ്ലോ നമുക്ക് ട്രേഡ് സെറ്റപ്പ് വരുന്നത് ഒരു 3:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയെല്ലാമാണ് നമുക്ക് ഓർഡർ ഫ്ലോയിൽ ഇതിന് മുമ്പ് ഇംബാലൻസസ് വന്നേക്കുന്ന ലൈൻസ്, ഏറ്റവും ലോവർ ആയിട്ടുള്ള ലെവൽസ് തന്നെ പരമാവധി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം അവിടെ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കണത് എന്നുള്ളത് ഓർഡർ ഫ്ലോയിലൂടെ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ആ ഒരു കാര്യം ആദ്യം ചെയ്യുക. ഈ ഒരു റേഞ്ചാണ് 2668 അതുപോലെ തന്നെ 2642 ഒക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോകേണ്ടത് ബുക്ക് മാപ്പിലാണ്. ബുക്ക് മാപ്പിൽ ലിക്വിഡിറ്റി എവിടെയാണ് കിടക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ലിക്വിഡിറ്റി ഒക്കെ വരുന്നത് ന്യൂയോർക്കിൻ്റെ പ്രീ മാർക്ക് സെക്ഷനൊക്കെ 3:30 ആ ഒരു സമയത്തൊക്കെയാണ് വരുന്നത്. ആ ഒരു സമയത്ത് ലിക്വിഡിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ഏഷ്യൻ സെക്ഷനിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ഓരോ ലൈവായിട്ടുള്ള ലിക്വിഡിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ നോർമലി എല്ലാവരും നോട്ട് ചെയ്യുന്നത് ലിക്വിഡിറ്റിയൊക്കെ നോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചാർട്ടിൻ്റെ പാറ്റേണൊക്കെ വെച്ചിട്ടാണ് ലിക്വിഡിറ്റി മാർക്കിന്. ആക്ച്വലി മാർക്കറ്റിൽ അങ്ങനെയൊന്നും അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറേ പേര് ICT ആയാലും എന്തായാലും ചെയ്താലും ഒരു വർക്കിങ്ങിലേക്ക് വരാത്തത്. അതിന് നേരത്തെ പറഞ്ഞു, നമുക്കിവിടെ അറിയാൻ പറ്റും എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് എന്നുള്ളത്. ശരിക്കും ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പെൻഡിങ് ഓർഡേഴ്സാണ്. അവിടെ ബൈ ഓർഡർ ഉണ്ടാവാം, സെൽ ഓർഡർ ഉണ്ടാവാം. ഈ ബൈ ഓർഡറും സെൽ ഓർഡറും നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഓർഡർ ഫ്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ്. അതിനുശേഷം ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഭാഗമാണ് വോളിയം പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്. നമുക്ക് വോളിയം പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ഇന്ന് നല്ലൊരു അടിപൊളി സെല്ലിംഗ് ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കിയറിയാം, ഇവിടെ ഒരു ഇംബാലൻസ് പോലെ ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഓൾറെഡി ട്രേഡ് കഴിഞ്ഞതാണ്, അതവിടെ മാർക്ക് ചെയ്യുക. നമ്മളതിൻ്റെ നേരെ ജസ്റ്റ് ഒന്ന് ഓർഡർ ഫ്ലോ കവർ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓർഡർ ഫ്ലോയിൽ എല്ലാ ഇതും വർക്കിംഗ് അല്ല, പക്ഷേ നമ്മൾ അത് ഓരോ ഏരിയയിൽ മാത്രമാണ് ഓർഡർ ഫ്ലോ വർക്കാവുന്നത്. ഡെൽറ്റ മാത്രം നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുതെന്ന് എടുത്തെടുത്ത് പറയുന്നു. ഡെൽറ്റ മാത്രം നോക്കി ട്രേഡ് ചെയ്താൽ നമ്മൾ എന്തൊക്കെയും നമ്മുടെ ക്ലാസ്സും 100% ഉറപ്പ്. ഡെൽറ്റ അല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻസ്, മറ്റു കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു. നമ്മളിവിടുന്ന് സെല്ലെടുത്താൽ നമുക്ക് ഈ ഒരു ഏരിയ ഒരു 80 പിപ്സിൻ്റെ SL നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് വരുന്ന ഒരു ഏരിയ ഒരു 20 പിപ്സ് ഒക്കെ SL വെച്ചാൽ മതിയാകും. പിന്നെ വേറൊരു കാര്യം നമ്മൾ കവർ ചെയ്തത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഗോൾഡിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ barchart.com എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോകാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും ഇന്നത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത്. ഇന്നൊരു ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ 2630 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് എവിടെയാണെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. 2630. യെസ്, ഈ ഒരു ഏരിയയൊക്കെയാണ് ചെറിയൊരു സപ്പോർട്ടായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ബെയറിഷ്നെസ് മാർക്കറ്റിലുണ്ട്. 2650 വരെയും 2650 മുകളിൽ എന്തായാലും ബുള്ളിഷ് വലിച്ചത് ഇതുണ്ടാകും. 2650 വരെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും കുറച്ചുകൂടി ബെയറിഷ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി നോക്കുക. പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും ഓപ്പൺ ഇൻട്രസ്റ്റ് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുന്ന പോലെ അല്ല ഈ ഒരു ഫീച്ചേഴ്സിൽ നോക്കുന്നത്, തികച്ചും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിങ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഭാഗം വോളിയം പ്രൊഫൈലാണ്. ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒരു ബേസിക് വോളിയം പ്രൊഫൈലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിങ്.